ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററി ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 5-ാമത്തെ 6-ാമത്തെയും ചാപ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആദ്യത്തെ 6 പാഠങ്ങളുടെയും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഈ 2 ചാപ്റ്റേഴ്സ് പ്രത്യേകിച്ച് ഒന്നുകൂടി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മുടെ 5-ാമത്തെ പാഠം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ആദ്യമേ നമ്മളവിടെ 3 യാത്രികരെ പറ്റിയാണല്ലോ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം വരുന്നതാണ് അൽബെറൂണി അല്ലേ. അപ്പോൾ അൽബെറൂണി എന്ന് പറയുന്നത് എസ്സേക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അൽബെറൂണി എസ്സേക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് കിതാബ് അൽ ഹിന്ദ്. കിതാബ് അൽ ഹിന്ദ് എന്ന് പറയുന്നത് അൽബെറൂണി എഴുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് കിതാബ് അൽ ഹിന്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ അൽബെറൂണി നമ്മുടെ ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ട്, കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോവേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ മലയാളം മീഡിയംകാരുടെ കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ടേംസൊക്കെ മാക്സിമം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ അൽബെറൂണി നമ്മൾ എസ്സേ ചോദിക്കുമ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ വരണം. പിന്നെ അത് മാത്രമല്ല അൽബെറൂണിയെക്കുറിച്ച് നമുക്ക് ഇൻട്രൊഡക്ഷനൊക്കെ അറിയാം. മീൻസ് എവിടെ നിന്ന് വന്ന ആളാണ്, എങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിയത്, ആ കാര്യമൊക്കെ നമ്മൾ അവിടെ എഴുതേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിത കഥയൊക്കെ എസ്സേക്ക് ചോദിക്കുമ്പോൾ. ഇനി അഥവാ അൽബെറൂണി 8 മാർക്കിന് നമ്മളടുത്ത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന സംഭവമാണ് ഈ കിതാബ് അൽ ഹിന്ദിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. 4-5 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ് കിതാബ് അൽ ഹിന്ദിനെ ബേസ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, കാരണം അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ കിതാബ് അൽ ഹിന്ദ് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അത് നല്ല എളുപ്പമുള്ളൊരു ചോദ്യമാണ് കിതാബ് അൽ ഹിന്ദ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്തയും എസ്സേക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അവിടെ നമ്മൾ എഴുതേണ്ട കാര്യം ഇബൻ ബത്തൂത്തിനെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തെ ആഗോള സഞ്ചാരി അല്ലെങ്കിൽ ഗ്ലോബ് ട്രോട്ടർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റിഹ്ല എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ ടെക്സ്റ്റ് ബുക്കാണ് റിഹ്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേര് അവിടെ വരണം. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ കോക്കനട്ടിനെയും പാന് അഥവാ തേങ്ങയും വെറ്റിലയും പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രസകരമായിട്ടുള്ള അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം തേങ്ങേനെയും വെറ്റിലേനെയും പറ്റി പറഞ്ഞതെന്നുള്ളത് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സിറ്റീസ് അഥവാ ഇന്ത്യൻ നഗരങ്ങളെ പറ്റിയിട്ട് ഇബൻ ബത്തൂത്ത എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇനി എവിടെയും ഞാൻ പറയട്ടെ, ഇബൻ ബത്തൂത്ത നമുക്ക് എസ്സേക്ക് ചോദിച്ചില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഇന്ത്യൻ സിറ്റീസ് ഇല്ലേ, ഇത് നമുക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ സിറ്റീസ്, ഇന്ത്യൻ നഗരങ്ങളെ കുറിച്ചിട്ട് ഇബൻ ബത്തൂത്ത എന്ത് പറഞ്ഞു എന്ന് നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഫ്രാൻകോയ്സ് ബെർണിയർ. ഇതും ഒരു എസ്സേ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എവിടെ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം ഈസ്റ്റിനെയും വെസ്റ്റിനെയും കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിഴക്കിനെയും പടിഞ്ഞാറിനെയും താരതമ്യ പഠനം നടത്തിയ വ്യക്തിയാണ് ഫ്രാൻകോയ്സ് ബെർണിയർ. അപ്പോൾ അതെന്തായിരുന്നു അദ്ദേഹം അതിലൂടെ പറഞ്ഞത്, മുന്നോട്ട് വെച്ച ആശയം എന്താണ്, അത് നമ്മൾ അവിടെ എഴുതണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ട്രാവൽസ്, ഇത് എല്ലാണ് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കാണാൻ പറ്റും. അദ്ദേഹം ഭൂ ഉടമസ്ഥ നിയമത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുമ്പോഴാണ് ഫ്രാൻകോയ്സ് ബെർണിയറിൻ്റെ എസ്സേ കംപ്ലീറ്റ് ആവുക. ഓക്കെ, ഇനി എവിടെയാണെങ്കിലും ഇത് കൂടുതലായിട്ടും എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ഈസ്റ്റിനെ വെസ്റ്റിനെ അദ്ദേഹം എങ്ങനെ കമ്പയർ ചെയ്തു അങ്ങനെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ഇത് 3 ഒരു എസ്സേ ടോപ്പിക്കുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ എവിടെ നിന്ന് നിങ്ങൾ ഈ കിതാബ് അൽ ഹിന്ദ് പഠിക്കാണ്ട് പോകരുത്. അതുപോലെ തന്നെ ഈ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞത് പഠിക്കാണ്ട് പോകരുത്. ഇന്ത്യൻ സിറ്റീസിനെ പറ്റി പറഞ്ഞതും പഠിക്കാണ്ട് പോകരുത് കേട്ടോ. ഇത് 3 വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ പേര് അതെന്തായാലും 1 വേർഡിനോ ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അൽബെറൂണി എഴുതിയതാണ് കിതാബ് അൽ ഹിന്ദ്, ഇബൻ ബത്തൂത്തയുടേതാണ് റിഹ്ല, പിന്നെ ഫ്രാൻകോയ്സ് ബെർണിയറുടേതാണ് ഏത് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർക്കാമല്ലോ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് വിമൻ സ്ലേവ്സ്, സതി ആൻഡ് ലാബറേഴ്സ് എന്ന് പറയുന്നത്. സ്ത്രീകൾ, അടിമ, സതി, തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 യാത്രികന്മാരും നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ കണ്ട കാര്യങ്ങളാണ് അവർ. മീൻസ് ഇന്ത്യയിലാണല്ലോ ഈ സതി സിസ്റ്റവും സ്ലേവറിയുടെ ഒരു സിസ്റ്റമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവരവരുടെ റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നൊരു ടോപ്പിക്കാണിത്. ഇത് നമുക്കൊരു 5-6 മാർക്ക് ഈ ഒരു റേഞ്ചിന് ചോദിക്കുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ എടുത്ത് വായിച്ച് പഠിച്ചോളൂ, കാരണം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ, ഇമ്പോർട്ടൻറ്റുമാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്.
ഇനി നമ്മുടെ ആറാമത്തെ പാഠം എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അത് പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു ചാപ്റ്ററാണ്. എങ്കിലും അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി മൂവ്മെൻ്റ് ഇല്ലേ, ഭക്തി പ്രസ്ഥാനം നമുക്ക് എസ് എക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എസ് എക്ക് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ഭക്തി പ്രസ്ഥാനം എന്താണ്, എവിടെ വന്നു, എപ്പോൾ വന്നു, അതിൻ്റെ സവിശേഷതകൾ, ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് എഴുതണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ പഠിക്കുന്നതാണ് ആൾവാർസും നായനാർസും അല്ലേ, തമിഴ്നാട്ടിൽ ഉദയം ചെയ്ത ആൾവാരന്മാരും നായനാർമാരും. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ എഴുതണം. ഓക്കെ, ആൾവാസ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ഭക്തരായിരുന്നു. അതുപോലെ നായനാസ് എന്ന് പറയുന്നത് ആരായിരുന്നു? ശൈവ ഭക്തരായിരുന്നു, ശിവഭക്തരായിരുന്നു അല്ലേ, അത് നമ്മൾ അവിടെ എഴുതണം. അതുപോലെ തന്നെ വിമൻ ഡിവോട്ടീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്, സ്ത്രീ ഭക്തർ. ഓക്കെ, ആൻഡൽ, കാരക്കൽ അമ്മയാർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീ ഭക്തരുടെ പേരൊക്കെ പഠിക്കുന്നുണ്ട്, അത് നമ്മൾ അവിടെ എഴുതണം. പിന്നെ വീരശൈവ മൂവ്മെൻറ്റ്, വീരശൈവ പ്രസ്ഥാനം ബാസവണ്ണയുടെ, അതും നമ്മൾ അവിടെ എഴുതേണ്ടതുണ്ട്. ഇത് എസ് എക്ക് ചോദിക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എഴുതണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇനി എസ് എക്ക് ഭക്തി പ്രസ്ഥാനം ചോദിച്ചില്ലെങ്കിലോ, നമുക്ക് ഈ ടോപ്പിക്സിലെ ഇത് ഉറപ്പായിട്ടും അല്ലാതെ നമുക്ക് ചോദിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ആൾവാർസ് നായനാസും പിന്നെ വീരശൈവ പ്രസ്ഥാനം, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ആരെങ്കിലും ഇനി പഠിക്കാണ്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാവരും എടുത്തു വെച്ച് പഠിച്ചിട്ട് പോവുക. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കിന്ന് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആൾവാർസും നായനാർസും. ഓക്കെ, ഇത് പ്രത്യേകിച്ചും 2-4 മാർക്ക് അങ്ങനെ ഒരു റേഞ്ചിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ വീരശൈവ പ്രസ്ഥാനം, അത് 4, 5, 6 മാർക്കിന് അങ്ങനെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് വീരശൈവ പ്രസ്ഥാനം. ബാസവണ്ണയാണ് കൊണ്ടുവന്നത്, കർണാടകയിലാണ് കൊണ്ടുവന്നത്. ആ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ എസ് എക്കൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് രണ്ട് ടോപ്പിക്സും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സൂഫിസം റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന സംഭവങ്ങളാണ് ഖാൻകാസും സിൽസിലാസും. ഇതൊരു 2-4 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കും കേട്ടോ. ഖാൻകാസ് എന്താണ്, സിൽസില, സിൽസില ഇങ്ങനെയാണ് മലയാളത്തിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഖാൻകാസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂഫി സന്യാസിമാർ താമസിച്ചിരുന്ന സ്ഥലങ്ങളെയാണ് ഖാൻകാസ് എന്ന് പറയുന്നത്. അതുപോലെ സിൽസിലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സൂഫിസത്തിനെ പല പല ഓർഡറുകളായിട്ട് തരംതിരിച്ചിരുന്നു. ആ ഓർഡേഴ്സിനെയാണ് നമ്മൾ സിൽസിലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് ഖാൻഗയും സിൽസിലയുടെ ഒരു എന്താ പറയുക, ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിയാറത്തും ഖവാലിയും. ഇതുപോലെ 2-4 മാർക്കിന് ഇതൊക്കെ എന്ത് ടേംസ് ആണ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സിയാറത്തും ഖവാലി എന്ന് പറയുന്നത് വേറൊന്നുമില്ല. സിയാറത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സൂഫി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിലോട്ട് നടത്തുന്ന ആ ഒരു ഗ്രേവ് യാർഡിലോട്ട് നടത്തുന്ന യാത്രേനെയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഇനി ആ യാത്രാ സമയത്ത് പാടുന്ന പാട്ടുകളെയാണ് നമ്മൾ എന്താണ് ഖവാലികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സിയാറത്തും ഖവാലി എന്ത് ചെയ്യുക, എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾവാസ്, നായനാസ്, വീരശൈവ, ഖാൻകാസ്, സിൽസില, സിയാറത്ത്, ഖവാലി. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ജമാഅത്ത് ഖാന എന്താണെന്നുള്ളത്. ജമാഅത്ത് ഖാന എന്ന് പറയുമ്പോൾ നമ്മുടെ ചിഷ്തി സിൽസിലയിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഹാളിനെയാണ് നമ്മൾ ജമാഅത്ത് ഖാന എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു 2 മാർക്കിന് വേണ്ടിയിട്ട് 1-2 ലൈൻസ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ. ഇനി അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നതാണ് കബീർ, ഗുരു നാനക്, മീരാബായ്. ഇങ്ങനെ 3 വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരാളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എഴുതാൻ ചോദിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് 5-6 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവുക. കബീർ എന്ന് പറയുമ്പോൾ കബീറിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പല ഭാഗങ്ങളായിട്ട് തരം തിരിച്ചിരുന്നു. അദ്ദേഹം പിന്നെ മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങളുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മൾ അദ്ദേഹത്തിൻ്റെ കുറേ ഐഡിയോളജീസും കോൺസെപ്റ്റ്സും ഒക്കെ ഉണ്ട്. അതെല്ലാം കബീറിനെ കുറിച്ച് ചോദിക്കാൻ നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തരംതിരിച്ചത് കബീർ ബിജക്ക്, കബീർ ഗ്രന്ഥാവലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ടേംസുകളെല്ലാം നമ്മൾ അവിടെ എഴുതേണ്ടതുണ്ട് കബീർ ചോദിക്കുകയാണെങ്കിൽ. ഇനി ഗുരു നാനാക്കാണ് ചോദിക്കുന്നുണ്ടെങ്കിലും ഗുരു നാനാക്ക് മുന്നോട്ട് വെച്ച കുറേ ഐഡിയോളജീസ് ഉണ്ട്, അതെല്ലാം നമ്മൾ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ അവിടെ എഴുതണം. പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മുടെ ഗുരു നാനാക്കിൻ്റെ പല ശിഷ്യന്മാരുടെ പേര്, പിന്നെ കൽസാ പന്ത് എന്ന് പറഞ്ഞൊരു സംഭവം, അങ്ങനെയുള്ള പല ടേംസുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി മീരാബായി ആണ് ചോദിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമാണ്. മീരാബായി അറിയാലോ, കൃഷ്ണഭക്തി ആയിരുന്നു അല്ലേ. പിന്നെ കൊട്ടാരം വിട്ടൊക്കെ ഇറങ്ങി പോകുന്ന ആ ഒരു കഥ നമ്മളവിടെ ഓർത്തിരിക്കണം. പിന്നെ നാട് മൊത്തം ചുറ്റി നടന്നു, അതൊക്കെയാണ് മീരാബായി, ഒരു കഥയാണ് സംഭവം. നല്ല ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് മീരാബായി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 നമ്മളൊന്ന് പഠിച്ചിട്ട് പോവുക. മാക്സിമം പഠിക്കാൻ പറ്റുന്നത് ഇത് മൂന്നിൽ നിന്നും പോയിന്റ്സ് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5ഉം 6ഉം ചാപ്റ്റേഴ്സ് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചോദ്യങ്ങളെന്ന് പറയുന്നത് ഓണം എക്സാം റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ +2 ഹിസ്റ്ററി ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാപ്പ് ചോദ്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 31 മിനിറ്റിൻ്റെ വീഡിയോ, 31 മിനിറ്റിൻ്റെ ഒരു വലിയ വീഡിയോ ഞാൻ 2-3 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതുപോലെ ഇന്ന് രാവിലെ ഞാൻ 1 വേർഡ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. അതും ഒരു വലിയ വീഡിയോ ആണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാം ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ പഠിക്കാൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിവിഷനും ആവുമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓക്കെ.